Hello dears, welcome back. ഈ വീഡിയോയിൽ ദി എൽ.എഡ് സെമസ്റ്റർ 3 ഇംഗ്ലീഷ് പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. പേപ്പർ 304 ടീച്ചിങ് കോമ്പിറ്റൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ക്ലാസ് റൂം ട്രാൻസാക്ഷൻ എന്ന ചാപ്റ്ററാണ് പറയുന്നത്. ഈ പാഠഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് വൺ ടീച്ചർ ടോക്ക്, അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ പേർപ്പസ്, ഫങ്ഷൻസ് ഓർ റോൾ ഓഫ് ടീച്ചർ ടോക്ക്. ടി എന്ന് പറയുന്നത് ടീച്ചർ ടോക്കാണ്. ടീച്ചർ ടോക്കിൻ്റെ യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് പഠിച്ചിരിക്കുക. അതുപോലെ ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റീസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ടീച്ചർ ടോക്ക്. ടീച്ചർ ടോക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. അത് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവാം. ചിലപ്പോൾ ഫീച്ചേഴ്സ് എഴുതുക, അല്ലെങ്കിൽ ക്വാളിറ്റീസ് എഴുതുക, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എഴുതുക, അങ്ങനെയാണ് തരിക. അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് തന്നിട്ടുള്ളത് കേട്ടോ. Then categories or types, uses or need of teacher talk. ടീച്ചർ ടോക്കിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ്, ഉപയോഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ പാരാലിംഗ്വിസ്റ്റിക് ഫീച്ചർ ഓഫ് ടീച്ചർ ടോക്ക്. ടീച്ചർ ടോക്കിലെ പാരാലിംഗ്വിസ്റ്റിക് ഫീച്ചർ അറിഞ്ഞിരിക്കണം. ദെൻ സ്ട്രാറ്റജീസ് ഫോർ ബെറ്റർ ടീച്ചർ ടോക്ക്. ടീച്ചർ ടോക്ക് ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ ദ ലാസ്റ്റ് വൺ നീഡ് ഫോർ എറർ ഫ്രീ ടീച്ചർ ടോക്ക്. ടീച്ചർ എന്തിന് എറർ ഫ്രീ ആയിട്ട് തെറ്റ് കൂടാതെ സംസാരിക്കണം എന്ന കാര്യവും അറിഞ്ഞിരിക്കണം. ഇതാണ് ഈ യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. യൂണിറ്റ് 1 എഫക്റ്റീവ് ക്ലാസ് റൂം ട്രാൻസാക്ഷൻ. ഈ പാഠഭാഗത്ത് പറയുന്നത് എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ എങ്ങനെയാണ് ഫലപ്രദമായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ നടത്തുക, ഒരു ഇടപാട് നടത്തുക. ക്ലാസ് റൂമിൽ എന്ത് ഇടപാടാണ്? ഒരു ആശയവിനിമയം നടത്തില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. ഒരു ടീച്ചർ നടത്തുന്ന ആശയവിനിമയവും അതുപോലെ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ആശയവിനിമയം. ക്ലാസ്സിലേക്ക് നമുക്ക് പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. എങ്ങനെയാണ് ഒരു ടീച്ചറെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ടീച്ചറിന്റെ ടോക്ക് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ടീച്ചറെ ആ ടോക്ക് ഫോളോ ചെയ്തിട്ടാണ് കുട്ടികൾ പുതിയ വേർഡ്സ് പഠിക്കുന്നത്, അതിൻ്റെ യൂസസ് പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടീച്ചർ ടോക്ക് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയാൽ മാത്രമേ നമ്മളെ മുമ്പിലുള്ള സ്റ്റുഡൻസ് എന്താവുള്ളൂ, നല്ലൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരാൻ സഹായിക്കുള്ളൂ. ഇവിടെ ലോങ്മാൻസ് ഡിക്ഷണറി ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ആൻഡ് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക് എന്ന പുസ്തകത്തിൽ ഒരു ടീച്ചർ ടോക്കിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ദ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് സംടൈംസ് യൂസ്ഡ് ബൈ ദി ടീച്ചേഴ്സ് വെൻ ദേ ആർ ഇൻ ദ പ്രോസസ് ഓഫ് ടീച്ചിങ് ഈസ് നോൺ ആസ് ടീച്ചർ ടോക്ക്. സ്റ്റുഡൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ടീച്ചർ ക്ലാസ്സിൽ ലാംഗ്വേജ് തന്നെ പല രൂപത്തിൽ ഉപയോഗിക്കും. എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ഓഫൺ സിംപ്ലിഫൈ ദെയർ ലാംഗ്വേജ്. ടീച്ചർമാർ ചിലപ്പോൾ ലാംഗ്വേജ് എന്ത് ചെയ്യും, സിമ്പിളാക്കിയിട്ട് നമുക്ക് സ്റ്റുഡൻസിന് അറിയുന്ന വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയും. ഇംഗ്ലീഷിൽ തന്നെ ആവും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമുക്ക് അറിയുന്ന വേർഡ്സിലായിരിക്കും. അതുപോലെ ഗിവിങ് മെനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോറിൻ ടോക്ക്. ഫോറിൻ ടോക്കിൽ എന്ത് ചെയ്യും, ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജൊക്കെ ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ ഫോറിൻ ടോക്കിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഓരോ ശൈലികളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ശൈലികൾ, അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്തിട്ട് സംസാരിക്കും. അതിനകത്ത് സിംപ്ലിഫൈഡ് സ്റ്റൈൽസ് ഓഫ് സ്പീച്ച് അഡ്രസ്ഡ് ടു ലാംഗ്വേജ് ലേണേഴ്സ്. അതായത് ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സിൽ ടീച്ചർ സംസാരിക്കും. ഇതിനെയാണ് ടീച്ചർ ടോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേജ് നമ്പർ 4 ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നുണ്ട്. ഓൾ ടീച്ചേഴ്സ് നീഡ് ടു ഇൻറ്ററാക്ട് ഇൻ ദ ക്ലാസ് റൂം. എല്ലാ ടീച്ചേഴ്സിനും എന്ത് ചെയ്യണം, ക്ലാസ് റൂമിൽ കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്തണം, ഇൻറ്ററാക്ട് ചെയ്യണം. ഇൻ അവർ കോണ്ടെക്സ്റ്റ്, ക്ലാസ് റൂം ഈസ് ദ മെയിൻ പ്ലേസ് വേർ ദ സ്റ്റുഡൻസ് ആർ ഫ്രീക്വൻ്റ്ലി എക്സ്പോസ്ഡ് ടു ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കേൾക്കുന്നത് എപ്പോഴാണ് ഒരു ക്ലാസ് റൂമെന്ന് മാത്രമാണ് അല്ലേ. നമ്മളിവിടെ നമ്മുടെ മാതൃഭാഷ മദർ ടങ്ക് മലയാളമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം കിട്ടുന്നത് ക്ലാസ് റൂമിൽ നിന്ന് മാത്രമാണ്. വാട്ട് എവർ ദ ടീച്ചർ സേസ് ഇൻ ദ ക്ലാസ് റൂം ക്യാൻ ബി കൺസിഡേർഡ് ആസ് ടീച്ചർ ടോക്ക്. അത് നേരത്തെ പറഞ്ഞ തന്നെ ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ എന്താണോ സംസാരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് എന്താ പറയുക ടീച്ചർ ടോക്ക് എന്ന് പറയുന്നത്.
The language used by the teacher for communicating in the classroom is known as teacher talk. ക്ലാസ് റൂമിൽ ആശയവിനിമയം നടത്താൻ വേണ്ടി ടീച്ചർ ഉപയോഗിക്കുന്ന ഭാഷയാണ് ടീച്ചർ ടോക്ക് എന്ന് പറയുന്നത്. Teacher talk plays a very prominent role in equipping the children acquire character, knowledge, skill and attitude. ടീച്ചർ ടോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് ഒരു ക്യാരക്ടർ കിട്ടാൻ, അറിവ് കിട്ടാൻ, സ്കില്ല്, ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവാൻ ടീച്ചർ ടോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Teacher talk includes the questions that teacher poses in the classroom, the discussions that is initiated on specific issues, and also instructions that she or he gives to the learners at various phases of classroom instructions. അതായത് ടീച്ചർ ടോക്ക് എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടും? ടീച്ചർ സംസാരിക്കുന്നത് മാത്രമല്ല, ടീച്ചർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഡിസ്കഷൻസ്, ടീച്ചർ ആരംഭിക്കുന്ന ഡിസ്കഷൻസ്, ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്ത് ചെയ്യും? ഇതിൽ ഉൾപ്പെടും. ടീച്ചർ ടോക്ക് എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടും എന്നാണ് പറയുന്നത്. ഇനി എന്തുണ്ട്? നെക്സ്റ്റ് കൊടുക്കുന്നത് ഡിഫറെൻറ്റ് പേർപ്പസ് ഓഫ് ടീച്ചർ ടോക്കാണ്. ടീച്ചർ ടോക്കിൻ്റെ യൂസ് എന്തിനെല്ലാമാണ് പറയുന്നത് ടീച്ചർ ടോക്ക് ഉപയോഗിക്കുന്നത്. ഇതിൽ ബോൾഡ് ആക്കിയിട്ട് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ബോൾഡ് ആക്കിയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്താൽ മതി? ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ എക്സാമിനൊക്കെ ഓരോ പോയിൻ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണിത്. ഇനി ഫസ്റ്റ് പേർപ്പസ്, ജനറേറ്റിംഗ് ഡിസ്കഷൻസ്. ദ ടീച്ചർ ഹു ഫോളോസ് ദ കൺസ്ട്രക്റ്റീവ്സ്റ്റ് പാരാഡൈം ഷുഡ് നോ ഹൗ ടു ജനറേറ്റ് ഡിസ്കഷൻസ് ഇൻ ദ ക്ലാസ് റൂം. ഒരു കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ചുള്ളൊരു ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഡിസ്കഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ടീച്ചർക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. In the present classroom scenario, there are chances of discussions, debates, seminars, projects and similar activities. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ ക്ലാസ് റൂമിൽ എന്തൊക്കെ ഉണ്ടാവാറുണ്ട്? ഡിബേറ്റ്സ് ഉണ്ടാവാറുണ്ട്, ഡിസ്കഷൻസ്, സെമിനാർസ്, പ്രൊജക്ട്സ്, അങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ ഉണ്ടാക്കാറുണ്ട്. Okay. It is the role of the teacher to generate discussions before the activities so as to enable the children to get an understanding regarding the activity. ടീച്ചർ ഓരോ ആക്ടിവിറ്റീസും ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ കൊടുക്കും അല്ലേ? ഇതിൻ്റെയൊക്കെ മുമ്പായിട്ട് ഓരോ ആക്ടിവിറ്റീസിൻ്റെയും മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഡിസ്കഷൻ നമ്മൾ കൊടുക്കണം. എന്താണ് ഈ ആക്ടിവിറ്റി, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കണം. Normally, as a part of generating discussion, teachers ask questions and describe or narrate things which can lead to the topic. സാധാരണയായിട്ട് ഡിസ്കഷൻസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ടീച്ചർമാർ എന്ത് ചെയ്യാൻ പറയുന്നത്? അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് നറേറ്റ് ചെയ്ത് സംസാരിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആ ടോപ്പിക്കിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുട്ടികളെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അതായത് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ജനറേറ്റിംഗ് ഡിസ്കഷൻസിലെ ക്ലാസ് റൂമിൽ ഡിസ്കഷൻസ് ഉണ്ടാക്കാനും വേണ്ടി. ഇനി സെക്കൻഡ് പോയിന്റ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് എലിസൈറ്റിംഗ് റെസ്പോൺസസ്. ടീച്ചർമാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ എന്താണ്, കുട്ടികളിൽ നിന്നും പ്രതികരണങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യേണ്ടത്? ടീച്ചർ ടോക്ക് ഉപയോഗിക്കുന്നുണ്ട്. A teacher has to interact with the children through questions, dialogues and eliciting responses and clearing their doubts. ടീച്ചർക്ക് കുട്ടികളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇൻറ്ററാക്റ്റ് ചെയ്യല്? ക്വസ്റ്റ്യൻസിലൂടെ ഇൻറ്ററാക്റ്റ് ചെയ്യാറുണ്ട്, ഡയലോഗ്സിലൂടെ. എലിസൈറ്റിംഗ് റെസ്പോൺസസ്. വാട്ട് ഈസ് മീൻ ബൈ എലിസൈറ്റിംഗ് റെസ്പോൺസസ്? ഒന്നുമില്ല, കുട്ടികളിൽ നിന്ന് പ്രതികരണം ലഭിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർമാർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂലേ, കുട്ടികളുടെ നിന്ന് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനെയാണ് എലിസൈറ്റിംഗ് റെസ്പോൺസ്. പ്രതികരണങ്ങൾ ടീച്ചറാണ് ഉണ്ടാക്കുന്നത്, കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആൻഡ് ക്ലിയറിങ് ദെയർ ഡൗട്ട്സ്, കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. ദെൻ ത്രൂ ആസ്കിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ടീച്ചർ ക്യാൻ റീച്ച് ദ ചിൽഡ്രൻ ആൻഡ് ക്യാൻ എസ്റ്റാബ്ലിഷ് എ ബെറ്റർ റാപ്പോ വിത്ത് ദം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെയൊക്കെ ടീച്ചർക്ക് എന്ത് ചെയ്യാം? കുട്ടിയുമായിട്ടൊരു റാപ്പോ, നല്ലൊരു ബോണ്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻസ് ഷുഡ് ബി അൺഅംബിഗസ്, ഡിറക്റ്റ് ആൻഡ് മീനിങ്ഫുൾ. അവ്യക്തമായിരിക്കണം, അതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ളതാവണം,
അർത്ഥമുള്ളതാവണം. വെറുതെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആവരുത് ചോദിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ, the way the teacher asks questions determines the responses from the children. കുട്ടികളിൽ നിന്നും പ്രതികരണം കിട്ടുന്ന പ്രതികരണം ടീച്ചർ എങ്ങനെ ചോദിക്കുന്നു എന്നതിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് ടീച്ചർ എന്ത് ചെയ്യണം, നല്ല ക്വസ്റ്റ്യൻസ്, എഫക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാൻ, എന്നെങ്കിലേ നല്ല മറുപടികൾ കുട്ടികളുടെ നിന്ന് ലഭിക്കുകയുള്ളൂ. Eliciting helps to develop a learner-centered classroom and a stimulating environment by linking new and old information. എലിസൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്, കുട്ടികളിൽ നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ടീച്ചർ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് പ്രതികരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, നിർമ്മിച്ചെടുക്കുമ്പോൾ അതെന്താവും, നമ്മുടെ ക്ലാസ് റൂം ഒരു ലേണർ സെൻറ്റേർഡ്, കുട്ടികളിൽ ആ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരാൻ സഹായിക്കും. ഓക്കെ, ലേണർ സെൻറ്റേർഡ് ക്ലാസ് റൂം ആകും. നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Elicitation is important in a language classroom as it engages learners to produce speech or writing. ഇതിൽ എലിസൈറ്റ് ചെയ്യുമ്പോൾ റെസ്പോൺസ് കുട്ടി പറയുമ്പോൾ കുട്ടിയിൽ എന്ത് ചെയ്യണം, ആ ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണ് അല്ലേ. അതെങ്ങനെ ആയിക്കോട്ടെ, എഴുതുകയോ പറയുകയോ എങ്ങനെയാണെങ്കിലും ആ കുട്ടി അത് യൂസ് ചെയ്യാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുകയാണ്. യൂസ് മാത്രമല്ല, പ്രൊഡ്യൂസ് ചെയ്യാണ്. കുട്ടിയിൽ നിന്ന് സ്വയം ഉണ്ടായി വരില്ല ചെയ്യുക ടീച്ചർ ഇങ്ങനെ ചോദിക്കുമ്പോൾ. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യും, അത് സഹായിക്കും. ദ ടീച്ചർ ഹാസ് ടു യൂസ് ക്യൂസ്, പ്രോംപ്റ്റ്സ്, അസോസിയേഷൻസ് എക്സെട്ര ഫോർ പ്രോപ്പർ നല്ല റെസ്പോൺസ് വരാൻ തന്നെ ടീച്ചർ എന്ത് ചെയ്യണം, ക്യൂസ്, സൂചനകൾ നൽകണം. കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് കിട്ടാൻ സൂചനകൾ നൽകണം. പ്രോംപ്റ്റ്സ്, അസോസിയേഷൻസ്. പ്രോംപ്റ്റ്സ് എന്ന് പറയുന്നത് പ്രചോദനം നൽകണം, കുട്ടീനെ കൊണ്ട് പറയിപ്പിക്കാനുള്ളൊരു പ്രചോദനം നൽകണം. ദെൻ അസോസിയേഷൻസ്, നല്ലൊരു ബന്ധം നിലനിർത്തണം കുട്ടികളുമായിട്ട്. ഇതൊക്കെയാണ് പോയിന്റ്. ഇനി റീഇൻഫോഴ്സിങ് ആൻഡ് എൻകറേജിങ്. എ ടീച്ചർ ഹു വിഷസ് ടു ഹാവ് എ പോസിറ്റീവ് ടോക്ക് should always keep reinforcing and encouraging while interacting with the students. കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞില്ലേ പ്രോംപ്റ്റ്സ്, റീഇൻഫോഴ്സിങ്, നല്ല പറയാനുള്ളൊരു പ്രചോദനം, നമ്മൾ പ്രബലനം പഠിച്ചില്ലേ, പ്രബലനമൊക്കെ നൽകണം. എൻകറേജ് ചെയ്യണം, അവരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് എൻകറേജ് ചെയ്യണം. എന്നാലേ നല്ലൊരു ആൻസർ, പോസിറ്റീവായിട്ടുള്ളൊരു ആൻസർ ടീച്ചറിന് ലഭിക്കുള്ളൂ. Absence of proper reinforcements at the proper time may adversely affect the emotional development of the children. നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചല്ലോ അല്ലേ, നമ്മൾ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ അല്ലെങ്കിൽ പ്രചോദനങ്ങൾ നൽകേണ്ട സമയത്ത് നൽകിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഇമോഷണലായിട്ട് കുട്ടിനെ അത് എഫക്റ്റ് ചെയ്യും, ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. When children respond to a question correctly, the teacher can make use of verbal reinforcers like good or well done, excellent, etc., or non-verbal reinforcers like showing gestures like thumbs up, patting on the shoulder, etc. ഒരു കുട്ടി കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ആ കുട്ടീനെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയൊക്കെ പറയാം, വേർബലായിട്ട് പറയുകയാണെങ്കിൽ, അതായത് ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം, ഗുഡ്, വെൽ ഡൺ, എക്സലൻറ്റ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. നോൺ വേർബലായിട്ട് അല്ലെങ്കിൽ സംസാരിക്കാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തംസ് അപ്പ്, നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വെൽ ഡൺ എന്നുള്ളത് തംസ് എന്ത് ചെയ്യുക, അപ്പ് ചെയ്തിട്ട് പറയാം. അല്ലെങ്കിൽ ഷോൾഡറിൽ തട്ടിയിട്ട് പാറ്റിങ് ഓൺ ദ ഷോൾഡർ, വെരി ഗുഡ് എന്നുള്ളൊരു മീനിങ് കിട്ടും അല്ലേ. അപ്പോൾ കുട്ടിക്ക് എന്താണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയാനുള്ളൊരു ടെൻഡൻസിയൊക്കെ കുട്ടിയിൽ ഉണ്ടാവും. ദെൻ these reinforcers will enable to build up confidence among the students. അതുതന്നെയാണ് കുട്ടികളിൽ എന്ത് ചെയ്യും, നമ്മൾ നല്ലതാണ്, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ദെൻ ഫോർത്ത് പോയിന്റ്, ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ്. ടീച്ചർ ടോക്ക് എന്തിനാണ് യൂസ് ചെയ്യാം, ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും നൽകാൻ, കൃത്യമായിട്ട് നിർദ്ദേശങ്ങളും എല്ലാം നൽകാൻ ടീച്ചർ ടോക്ക് സഹായിക്കുന്നു. Teacher has to give instructions or directions in connection with the implementation of activities in the classroom. ടീച്ചർക്ക് എന്ത് ചെയ്യണം, ഓരോരോ ആക്ടിവിറ്റീസ് ക്ലാസ് റൂമിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയൊക്കെ ചെയ്യണം അതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ലാംഗ്വേജിലല്ലേ പറയുന്നത്, അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, ടോക്ക് ചെയ്യണം. ചിൽഡ്രൻ പെർഫോം ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡിറക്ഷൻസ് ഫ്രം ദി ടീച്ചർ.
കുട്ടികൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുക? ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ലഭിച്ച ഇൻസ്ട്രക്ഷൻസും നിർദ്ദേശൻസും ഡിറക്ഷൻസും ഒക്കെ പാലിച്ചിട്ടാണ് നോക്കിയിട്ടാണ് ടീച്ചർ എങ്ങനെയാണ് പറഞ്ഞത് നോക്കിയിട്ടാണ് കുട്ടി ഫോളോ ചെയ്തിട്ട് ചെയ്യുക. സോ ടീച്ചർ എന്ത് ചെയ്യണം? പറയുന്നത് ഡിറക്ഷൻസും ഇൻസ്ട്രക്ഷൻസൊക്കെ കൃത്യമായിരിക്കണം. ബിഫോർ അസൈനിങ് an individual or group task, clear instructions or directions should be given to carry out the task. എന്ത് ചെയ്യണം? അപ്പോൾ ക്ലാസ് റൂമിൽ ടീച്ചർ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ നൽകും അല്ലേ? ഇൻഡിവിജ്വൽ ആണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും ഒക്കെ നൽകും. ഇതിനൊക്കെ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഒരു ആക്ടിവിറ്റി പറയുമ്പോൾ അത് എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ടീച്ചർ നൽകിയിരിക്കണം. The language should be easy, motivating and obvious enough to be comprehended. Comprehend means understand. ഈ നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻസും ഡിറക്ഷൻസും ഒക്കെ ടീച്ചർ നൽകുന്നത് എങ്ങനത്തെ ലാംഗ്വേജ് ആണോ? നല്ല കട്ടിയുള്ള ലാംഗ്വേജ് ആവരുത്, കാരണം കുട്ടിക്ക് മനസ്സിലാവില്ല. ദെൻ ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആവണം. അതുപോലെ മോട്ടിവേറ്റ് ചെയ്യണം കുട്ടികൾക്ക്. ടീച്ചർ നൽകുന്ന ഇൻസ്ട്രക്ഷൻസും ഡിറക്ഷൻസൊക്കെ പ്രകാരം കുട്ടികൾക്ക് ഈ പ്രവർത്തനം, ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ ടീച്ചറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ദെൻ ഒബ്വിയസ്ലി എന്ത് ചെയ്യണം? കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാവണം. ദെൻ ദ 5th പോയിൻറ്റ്, ടീച്ചർ ടോക്കിൻ്റെ 5th പേർപ്പസ് എന്താണ്? ഗെറ്റിംഗ് ഫീഡ്ബാക്ക്. കുട്ടികളുടെ ഫീഡ്ബാക്ക് അറിയാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ടീച്ചർ ടോക്ക് യൂസ് ചെയ്യാം. At the end of each activity, there should be a feedback session in order to understand the level of achievement of children. കുട്ടികളുടെ അച്ചീവ്മെൻറ്റിൻ്റെ ലെവൽ എത്രയുണ്ട്, കുട്ടികൾക്ക് എന്തൊക്കെയാണ് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഓരോ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു ഫീഡ്ബാക്ക് സെഷൻ ടീച്ചർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ്? The teacher should get the feedback of the class through questions and interactions. ടീച്ചർക്ക് കുട്ടികളോട് ക്വസ്റ്റ്യൻസും ഇൻട്രാക്ഷൻസൊക്കെ നടത്തുന്നതിലൂടെ ആ ഒരു സെക്ഷൻ്റെ ഫീഡ്ബാക്ക് കൃത്യമായിട്ട് ലഭിക്കും. ദിസ് ഫീഡ്ബാക്ക് വുഡ് ഇനേബിൾ ദ ടീച്ചർ ടു ഐഡൻറ്റിഫൈ ദ തിങ്സ് സ്റ്റുഡൻസ് ഹാവ് അണ്ടർസ്റ്റുഡ് ആൻഡ് നോട്ട് അണ്ടർസ്റ്റുഡ്. ഇതിലൂടെ ടീച്ചർക്ക് എന്ത് മനസ്സിലാവും? കുട്ടികൾക്ക് എന്തൊക്കെ മനസ്സിലാവാത്തതൊക്കെയാണെന്നൊക്കെ ശരിക്കും ടീച്ചർക്ക് അറിയാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ഓൾസോ എ സെൽഫ് ചെക്ക് ഫോർ ദ ടീച്ചർ. ടീച്ചർക്ക് ടീച്ചർക്ക് തന്നെ ഒരു സ്വയം വിലയിരുത്തലാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുട്ടി എന്താവും? തീർച്ചയായിട്ടും കുട്ടി ചെയ്തിട്ടുണ്ടാവണം അല്ലേ? അപ്പോൾ ടീച്ചർക്ക് സ്വയം വിലയിരുത്താനുള്ളൊരു അവസരമാണ് ഈ ഫീഡ്ബാക്കിലൂടെ ലഭിക്കുന്നത്. ആൻഡ് ദി ലാസ്റ്റ് വൺ, എൻഗേജിങ് ഇൻ ഫോർമൽ ടോക്ക്. നല്ലൊരു ബോണ്ട് ഉണ്ടാക്കി വെക്കണം, നല്ലൊരു ആത്മബന്ധം കുട്ടികളായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചറും കുട്ടികളുമായിട്ട് നല്ലൊരു ഒരു ടോക്ക് ഉണ്ടാവണം അല്ലേ? ഒരു ഫോർമൽ ടോക്ക് ഉണ്ടാവണം. ഈ ഫോർമൽ ടോക്കിന് എന്ത് ചെയ്യും? നമ്മുടെ ടീച്ചർ ടോക്ക് യൂസ് ചെയ്യും. എൻഗേജ് ഇൻ ഫോർമൽ ടോക്സ് വിത്ത് ദ ചിൽഡ്രൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ക്ലാസ് തുടങ്ങേണ്ട മുമ്പായിട്ട് തുടക്കത്തിൽ എന്ത് ചെയ്യണം? ടീച്ചർക്ക് കുട്ടികളുമായിട്ട് ഒരു സംസാരം നടത്താം. എങ്ങനെ? പാഠഭാഗവുമായി ബന്ധപ്പെട്ടതല്ലാതെ വെറുതെ ഒരു ടോക്ക്, ഒന്ന് ചില്ലാവാനോ ഒന്ന് എനർജറ്റിക് ആവാനൊക്കെ ഇത് സഹായിക്കും. പിന്നെ every day in the class, teacher can set apart some time for formal talk. കുട്ടികൾക്ക് ടീച്ചർക്ക് ഓരോ ദിവസം കുറച്ച് സമയം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. This enables the teacher to maintain better rapport and a healthy social relationship with the children. ഇങ്ങനെയുള്ള ഫോർമൽ ടോക്കുകൾ, സംസാരങ്ങൾ കുട്ടികളുമായിട്ടുള്ള നല്ലൊരു ഒരു സ്നേഹബന്ധം നിലനിർത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ടീച്ചർ ടോക്കിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. ടീച്ചർ ടോക്ക് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഡിസ്കഷൻസ് ജനറേറ്റ് ചെയ്യാൻ, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, കുട്ടികളെ എൻകറേജ് ചെയ്യാൻ, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് നൽകാൻ, ഫീഡ്ബാക്ക് ലഭിക്കാൻ, അതുപോലെ ഫോർമൽ ടോക്കിന്. നെക്സ്റ്റ് വൺ, ടീച്ചർ ടോക്കിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. The teacher talk is an important aspect in the classroom interaction process. ക്ലാസ്റൂമിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത്, ക്ലാസ്റൂമിൽ വിനിമയം നടത്തുന്ന സമയത്ത് ടീച്ചർ ടോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ പാർട്ട് ഇൻ ദി പ്രോസസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. ലാംഗ്വേജ് അക്വയർ ചെയ്യുന്ന ഒരു സംഭവത്തിൽ, ഒരു പ്രോസസ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു റോളാണ് ടീച്ചർ ടോക്കിന് ഉള്ളത്. കാരണം കുട്ടിക്ക് ലാംഗ്വേജിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ക്ലാസ് റൂമിൽ നിന്നാണ് അല്ലേ? ടീച്ചറുടെ അടുത്ത് നിന്ന്. ഇൻ ദിസ് സെൻസ് ടീച്ചർ ടോക്ക് ഷുഡ് ഹാവ് സെർട്ടൻ ക്വാളിറ്റീസ്. ടീച്ചർ ടോക്ക് എന്താണ്? ചില
ക്വാളിറ്റീസ് ഉണ്ടാവണം. കാരണം കുട്ടി അക്വയർ ചെയ്യുന്ന ലാംഗ്വേജ് എന്താവണം, പക്ക ആവണം, നല്ല ലാംഗ്വേജ് ആവണം. അപ്പോൾ എന്തൊക്കെയാണ് ടീച്ചർ ടോക്കിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അതായത് ഫീച്ചേഴ്സ്, ക്വാളിറ്റീസ് ഒക്കെ പറയാം കേട്ടോ. ടീച്ചർ ടോക്ക് എങ്ങനെയായിരിക്കണം? ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ ദ ടീച്ചർ ഷുഡ് ബി എറർ ഫ്രീ. ടീച്ചർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്താവണം, എറർ ഫ്രീ ആവണം, തെറ്റില്ലാതെ സംസാരിക്കണം. ഇറ്റ് ഷുഡ് ബി കോംപ്രിഹെൻസിബിൾ ആൻഡ് ഓഡിയബിൾ ടു ദ ലേണേഴ്സ്. നമ്മൾ മെല്ലെ സംസാരിച്ചാൽ കുട്ടികൾക്ക് കേൾക്കില്ലല്ലോ, അതുകൊണ്ട് എന്താവണം, ഓഡിയബിൾ ആവണം, കേൾക്കുന്ന രീതിയിലാവണം. ആൻഡ് ഓൾസോ കോംപ്രിഹെൻസിബിൾ, മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയാവണം, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാവണം. ദ ടോക്ക് ഓഫ് ദി ടീച്ചർ മസ്റ്റ് ബി ഇൻറ്റിമേറ്റ്, അഫെക്ഷനേറ്റ് ആൻഡ് ലേണർ ഫ്രണ്ട്ലി. കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല ഭാഷയായിരിക്കണം, കുറച്ചൊക്കെ ഒരു സ്നേഹമുള്ള നല്ല ലാംഗ്വേജ് ആയിരിക്കണം ടീച്ചറെ യൂസ് ചെയ്യുന്നത്. ദ സ്പീഡ് ഓഫ് ആർട്ടിക്കുലേഷൻ ഈസ് ടു ബി റിഡ്യൂസ്ഡ്. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിരിക്കണം. ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം, വോയിസ് ഭയങ്കര നന്നായിട്ട് ക്ലിയർ ആയിരിക്കണം. പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ കുട്ടിക്കത് ക്യാച്ച് ചെയ്യാൻ കഴിയണമെന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ, the features such as pronunciation, pause, pitch, intonations, stress and rhythm should always be maintained. ടീച്ചർ ടോക്കിന് എന്തൊക്കെ ഉണ്ടായിരിക്കണം? കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ടാവണം, പിന്നെ കൃത്യമായിട്ട് പോസ് നൽകണം, നിർത്തേണ്ടടുത്ത് നിർത്തണം, പിച്ച് നൽകണം, അതുപോലെ ഇൻറ്റോണേഷൻസ്, സ്ട്രെസ്സ്, റിതം, ഇതൊക്കെ എന്ത് ചെയ്യണം? ടീച്ചർ സംസാരത്തിൽ ഫോളോ ചെയ്യണം. ഇതൊക്കെ ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കണം. ദെൻ try to include adequate vocabulary, phrases, different tenses in the teacher talk. ടീച്ചർ അഡിക്വേറ്റായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വൊക്കാബുലറീസാണ് യൂസ് ചെയ്യേണ്ടത്. വെറുതെ കുറേ സംസാരിക്കരുത്, ആവശ്യമായിട്ടുള്ള വൊക്കാബുലറീസ് മാത്രം യൂസ് ചെയ്യുക. ദെൻ അതുപോലെ ഫ്രേസസ്, ഡിഫറെൻറ്റ് ടെൻസസിൽ സംസാരിക്കാം ഒക്കെ ചെയ്യാം. ദെൻ ടീച്ചർ ടോക്ക് ഷുഡ് നോട്ട് ബി ഇൻ ദ ഫോം ഓഫ് ലെക്ചറിങ് ഓൺലി. It can also be in the form of dialoguing with the learners. ടീച്ചറിൻ്റെ ക്ലാസ് റൂമിൽ ഒരു ലെക്ചറിങ് രൂപത്തിൽ ആവരുത് ക്ലാസ് എടുക്കുന്നത്. ഇൻ്ററാക്റ്റീവായിട്ട് ഡയലോഗ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഭയങ്കര ഫണ്ണായിട്ട് കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്തിട്ട് വേണം ക്ലാസ് എടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഡയലോഗിങ്ങിലൂടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ കൊടുക്കുന്ന ടെക്നിക്സ് ഒക്കെ എന്ത് ചെയ്യുക, ടീച്ചർക്ക് ഫോളോ ചെയ്യാമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നോക്കാം. അഗ്രീയിങ് ഓർ ഡിസഗ്രീയിങ് ടു ആൻ ഐഡിയ ഓർ ഇഷ്യൂ. ടീച്ചറിന് ഒരു ടോപ്പിക്ക് വെച്ചിട്ട് അത് അഗ്രി ചെയ്യുന്നവർ, അഗ്രി ചെയ്യാത്തവർ, ഡിസഗ്രി ചെയ്യുന്നവർ അങ്ങനെ ചോദിക്കാം. ഓക്കെ, ഓരോരുത്തരോടും ഇങ്ങനെ ചോദിക്കാം. അതുപോലെ തന്നെ സീക്കിംഗ് ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ്. എങ്ങനെ പറയാം, എങ്ങനെ ഹി സെഡ് ദാറ്റ് ഇറ്റ് വാസ് എ ക്യാറ്റ്. ഇനി നെക്സ്റ്റ് നിനക്കെന്താ പറയുക, അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിനക്കെന്താ പറയുള്ളത്, അങ്ങനെ കുട്ടികളോട് ഒപ്പീനിയൻ ചോദിക്കാം. ദെൻ ഡയലോഗിങ് ഇൻ ദ ഫോം ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻ്ററോഗേഷൻസ്, എക്സ്ക്ലമേഷൻസ്, ഇമ്പറേറ്റീവ്സ്. ഡയലോഗ്സ് എന്ത് ചെയ്യാം, ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഡയലോഗ് എന്ത് ചെയ്യുക, കൊടുക്കാം. ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ ക്വസ്റ്റ്യൻസ് ആയിട്ടോ എക്സ്ക്ലമേഷൻസ് ആയിട്ടോ ഒക്കെ ഡയലോഗ് കൊടുക്കാം. ദെൻ ടീച്ചർ ടോക്ക് ഈസ് എ സ്പെഷ്യൽ കമ്മ്യൂണിക്കേറ്റീവ് ആക്ടിവിറ്റി. ടീച്ചർ ടോക്ക് എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് ഗോൾ ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് സ്റ്റുഡൻസ് ആൻഡ് ഡെവലപ്പ് സ്റ്റുഡൻസ് ലാംഗ്വേജ് പ്രൊഫഷൻസി. ടീച്ചർ ടോക്കിലൂടെ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, കുട്ടികളിൽ ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. വി ക്യാൻ സീ ദാറ്റ് ടീച്ചർ ടോക്ക് ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ സ്പെഷ്യൽ വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സോ ദാറ്റ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് ഫീച്ചേഴ്സ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടീച്ചർ ടോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി പറയുന്നത് പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന വേർഡ് വന്നത് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വിച്ച് മീൻസ് ബിസൈഡ് പ്ലസ് ലാംഗ്വേജ്. പാരാലിംഗ്വിസ്റ്റിക് എന്ന വേർഡ് വന്നത് ഗ്രീക്ക് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ്. എന്താണ് വേർഡ്? ബിസൈഡ് പ്ലസ് ലാംഗ്വേജ് കൂടിയതാണ് പാരാലിംഗ്വിസ്റ്റിക്. ലാംഗ്വേജിൻ്റെ പുറത്തേക്ക്, ഭാഷയ്ക്ക് പുറത്ത് എന്തൊക്കെയാണ്? ബോഡി ലാംഗ്വേജ്, ഗെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ടോൺ ആൻഡ് പിച്ച് ഓഫ് വോയിസസ് ആർ സം ഓഫ് ദ പാരാലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ്. ടീച്ചറിൻ്റെ ബോഡി ലാംഗ്വേജ്, ഗെസ്റ്റേഴ്സ്, ആക്ഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ടോണ്, പിച്ച് ഓഫ് ദ വോയിസിൻ്റെ പിച്ച് മോഡുലേഷൻ കൂടും കുറേയൊക്കെ ചെയ്യില്ല. ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെയാണ് പാരാലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പാരാലിംഗ്വിസ്റ്റിക്
is the aspect of spoken communication which does not involve words. ഒരു കമ്മ്യൂണിക്കേഷനാണ്, പക്ഷേ അതിൽ എന്തുണ്ടാവില്ല, വേർഡ്സ് ഉണ്ടാവില്ല, വാക്കുകൾ ഉണ്ടാവില്ല. കാരണം എന്താ, ആക്ഷൻസ് അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ അല്ലേ കാണിക്കുന്നത്, വേർഡ്സ് ഉണ്ടാവില്ല. പാരാലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് fall into two broad categories, those that involve the voice and those that involve the body. പാരാലിംഗ്വിസ്റ്റിക് വോയിസ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതുണ്ട്, വോയിസ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ ബോഡി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതുണ്ട്. വോയിസ് ആയിട്ട് എന്ന് പറയുമ്പോൾ പിച്ച് കൂട്ടണം കുറക്കുന്നതൊക്കെ പാരാലിംഗ്വിസ്റ്റിക് ആണല്ലോ, അത് വോയിസിലാണ് വരുന്നത്. ദെൻ ബോഡി ലാംഗ്വേജ് ആണ് ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നത്. ദെൻ ഇനി നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞല്ലേ, ഇൻറ്റോണേഷൻ, സ്പീഡ് ഓഫ് വോയിസ്, ആർട്ടിക്കുലേഷൻ, പ്രൊനൗൺസിയേഷൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്നാണ് പേജ് നമ്പർ 7 കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, വോളിയം. ദ വോയിസ് ഓഫ് ദ ടോക്ക് ഷുഡ് ബി റെഗുലേറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആംബിയൻസ് ആൻഡ് ഓഡിയൻസ്. ക്ലാസ് റൂമിൽ ഉള്ള ഓഡിയൻസിനെയും അടുത്തൊരു ആംബിയൻസ്, ഭയങ്കര ശബ്ദമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ടീച്ചർ ഒന്നുകൂടി വോളിയം കൂട്ടിയിട്ട് സംസാരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് വേണം വോളിയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് സംസാരിക്കണം. വോളിയം കൂട്ടിയോ കുറച്ചോ സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കണം. ദെൻ സ്പീഡ് ഓഫ് വോയിസ്. എ മോഡറേറ്റ് സ്പീഡ് ഓഫ് വോയിസ് ഈസ് ഐഡിയൽ. ഒരു മോഡറേറ്റ്, ഒരു ആവറേജ് സ്പീഡിൽ ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. നല്ല സ്പീഡിലും പോകാൻ പാടില്ല, നല്ല സ്ലോ ആയിട്ടും പോകാൻ പാടില്ല. ദെൻ ഇൻറ്റോണേഷൻ. ഇൻറ്റോണേഷൻ ഈസ് ദ റൈസ് ആൻഡ് ഫോൾ ഇൻ വോയിസ്. അപ്പോൾ ഓരോ കമാൻഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ വോയിസിൽ എന്തുണ്ടാവും, ശബ്ദത്തിൻ്റെ തീവ്രത കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ സംസാരിക്കില്ലേ, അതിനെയാണ് ഇൻറ്റോണേഷൻ എന്ന് പറയുന്നത്. മോഡുലേഷൻ ഓഫ് സൗണ്ട് ആണ് ഇൻറ്റോണേഷൻ. ദെൻ ടോൺ ഓഫ് വോയിസ്. ഫീലിങ്സ് ആഡഡ് വൈൽ സ്പീക്കിംഗ്. ടോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സങ്കടത്തോടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഡയലോഗ് നമ്മൾ സങ്കടത്തോടെ ആയിരിക്കും, ആ ടോൺ ഇങ്ങോട്ട് മാറും. സന്തോഷത്തോടെയാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു ടോൺ ഉണ്ടാവും അല്ലേ ലാംഗ്വേജിന്, അതിനെയാണ് ടോൺ ഓഫ് വോയിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രൊനൗൺസിയേഷൻ. The pronunciation of words while talking should be proper enough to help the listener to get the correct sense. പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് വേണം യൂസ് ചെയ്യാൻ, എന്നാലേ കൃത്യമായിട്ടുള്ള ഐഡിയ കുട്ടികൾക്ക് ലഭിക്കുള്ളൂ. ദെൻ ആർട്ടിക്കുലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, വോയിസ് എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ദ ക്ലാരിറ്റി ഓഫ് വോയിസ് ഇൻ ടീച്ചർ ടോക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വോയിസിൻ്റെ ക്ലാരിറ്റിയാണ് അവിടെ പറയുന്നത്. പോസ് മീൻസ് വാട്ട്, എ ബ്രേക്ക് ടേക്കൺ വൈൽ സ്പീക്കിംഗ്. പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നിർത്തില്ലേ, അതിനെയാണ് പോസ് എന്ന് പറയുന്നത്. പങ്ക്ച്വേഷൻ മാർക്സ്. ദ യൂസ് ഓഫ് കൺവെൻഷണൽ സിംബൽസ് ആൻഡ് സ്പേസിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കോമ, സെമി കോളൻ, കോളൻ ഒക്കെ യൂസ് ചെയ്യൂലേ, അങ്ങനെ കോമ ആണെങ്കിൽ നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് കോമയാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണല്ലോ നമ്മൾ സംസാരിക്കുക, അങ്ങനെ യൂസ് ചെയ്യുന്നതിനെയാണ് പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, സ്ട്രാറ്റജീസ് ഫോർ ബെറ്റർ ടീച്ചർ ടോക്ക്. ടീച്ചർ ടോക്ക് ബെറ്റർ ആക്കണമെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ്, എന്തൊക്കെ വഴികൾ യൂസ് ചെയ്യാം. The classroom where constructivist paradigm is in vogue, less amount of talk from the teacher is expected. In such classes, the children are provided with more opportunities to talk according to the instructions given by the teacher. Different strategies can be adopted for better teacher talk. ഒരു കൺസ്ട്രക്റ്റീവിസ്റ്റ് ക്ലാസ് റൂമിൽ ടീച്ചറിനെക്കാട്ടിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നൽകേണ്ടത് സ്റ്റുഡൻസിനാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, മേക്ക് എ ക്ലാസ് റൂം കൺസ്ട്രക്റ്റീവിസ്റ്റ് ക്ലാസ് റൂം ഒരു കൺസ്ട്രക്റ്റീവിസ്റ്റ് ക്ലാസ് റൂം ആക്കിയിട്ട് മാറ്റാം. അതിലൂടെ ടീച്ചർ ടോക്ക് ബെറ്റർ ആക്കാൻ കഴിയും. ദെൻ പ്രൊവൈഡ് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ടു ദ ചിൽഡ്രൻ. കുട്ടികൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നൽകാം. ദെൻ ഇവിടെ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ടീച്ചർ ടോക്കിംഗ് ടൈം. ഇത് ഒരുപാട് പ്രാവശ്യം വൺ വേർഡിന് ചോദിച്ചതാണ് കേട്ടോ. TTI എന്ന് തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം എഴുതാൻ. TTI സ്റ്റാൻഡ്സ് ഫോർ ടീച്ചർ ടോക്കിംഗ് ടൈം. ഇനി പറയുന്നത് എന്തൊക്കെയാണ്, ടീച്ചർ ടോക്സ് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ടീച്ചർ ടോക്ക് ഇൻ ദ ക്ലാസ് റൂം ഈസ് സീൻ ഇൻ മെനി വൈസ്, eliciting, questioning, giving feedback to students during the class. ക്ലാസ്സിൻ്റെ സമയത്ത് ടീച്ചർ നൽകുന്ന ക്വസ്റ്റ്യൻസ്, എലിസൈറ്റിംഗ് റെസ്പോൺസസ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുപോലെ ഫീഡ്ബാക്ക് നൽകുന്നത്, അതെല്ലാം ടീച്ചർ ടോക്കിന് എക്സാമ്പിളാണ്. അപ്പോൾ നല്ലൊരു ടീച്ചർ ടോക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുക,
കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക്സ് നൽകുക, നല്ല രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് നൽകുക, ടോപ്പിക് പ്രസൻറ്റേഷൻസ്, കുട്ടികളിൽ നിന്നും റെസ്പോൺസസ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇൻസ്പിറേഷൻസ് ഒക്കെ നൽകുക, കുട്ടികളെ എൻകറേജ് ചെയ്യുക. നീഡ് ഫോർ എറർ ഫ്രീ ടീച്ചർ ടോക്ക്. A large amount of talk is required from the teacher while implementing the activities in the classroom. ക്ലാസ് റൂമിൽ ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ടീച്ചർക്ക് എന്ത് ചെയ്യണം എന്നാൽ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസൊക്കെ നൽകണമെന്നുണ്ടെങ്കിൽ ടീച്ചറിന് ഒരുപാട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. The learning improvement of children to a certain extent depend on the teacher talk. കുട്ടികളുടെ ലേണിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് ഒരു പരിധി വരെ എന്താണ് ടീച്ചറിനെ കൂടിയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം കുട്ടിക്ക് ലാംഗ്വേജ് കിട്ടുന്നത് ടീച്ചറുടെ അടുത്ത് നിന്ന് മാത്രമായിട്ടാണ്, ടീച്ചറുടെ അടുത്തു നിന്നാണ് ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അറ്റ്മോസ്ഫിയർ കിട്ടുന്നത് ക്ലാസ് റൂമിൽ നിന്നാണ്. സോ കുട്ടി ലാംഗ്വേജ് പഠിക്കുന്നതിൽ ടീച്ചറുടെ റോള് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Each and every word or sentence used in the classroom by the teacher has its own significance. അതുകൊണ്ട് തന്നെ ടീച്ചർ ഉപയോഗിക്കുന്ന ഓരോ വേർഡിനും എന്ത് ചെയ്യണം, അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം ഉണ്ടാവണം. ഓക്കെ, കാരണം കുട്ടി അത് ഫോളോ ചെയ്യും, കുട്ടി അതാണ് ഗെയിൻ ചെയ്യുക, അക്വയർ ചെയ്യുക. The children try to imitate the words as such whenever it is required. കുട്ടികൾ എന്ത് ചെയ്യും, സാധാരണയായിട്ട് ടീച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യും. So in the primary classes, children blindly imitate even the style of talk of the teacher. പ്രൈമറി ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്യും, കുട്ടികൾ അതുപോലെ ടീച്ചർ പറഞ്ഞതായിരിക്കും ശരിയെന്ന് എഴുതിയിട്ട് അവർക്ക് ടീച്ചർ പറഞ്ഞതായിരിക്കും എല്ലാം. അപ്പോൾ ടീച്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ടീച്ചർ തെറ്റാണെന്ന് പറഞ്ഞതുണ്ടെങ്കിലും കുട്ടികൾ എന്ത് ചെയ്യാണ്, ടീച്ചർ പറഞ്ഞതാണെന്നുള്ള രീതിയിൽ അതുപോലെ അങ്ങോട്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ട് സംസാരിക്കും. ഹെൻസ് utmost care should be taken when talking to the children in a class. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ടീച്ചർ പറയുമ്പോൾ ടീച്ചർ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ടീച്ചർ തെറ്റാണ് പറയുന്നതുണ്ടെങ്കിൽ കുട്ടി അതാണ് പഠിക്കുക. സോ ടീച്ചർ പറയുന്നത് കറക്റ്റ് ആയിരിക്കണം, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം. ഓക്കെ, ഫ്രം ദിസ് ഇറ്റ് ഈസ് വർത്തി ടു ബി നോട്ടഡ് ദാറ്റ് ദ ടോക്ക് ബൈ ദ ടീച്ചർ ഷുഡ് ഓൾവൈസ് ബി എറർ ഫ്രീ. ഇതിന്ന് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ് ടീച്ചർ തെറ്റുകൂടാതെ സംസാരിക്കണമെന്ന് പറയുന്നത്. ദ നെക്സ്റ്റ്, in the ESL classroom, it is the teacher who decides to what extent a particular learning component can be delivered. ഒരു ESL ക്ലാസ് റൂമിൽ ടീച്ചറാണ് തീരുമാനിക്കുന്നത് ഒരു ലേണിംഗ് കമ്പോണൻറ്റ് എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് ഡെലിവർ ചെയ്യേണ്ടത്. The teacher should have a basic knowledge in the target language and this will help to engage in error-free talk. ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ആ ലാംഗ്വേജിൽ ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. അതിലൂടെ എന്ത് ചെയ്യാം, എറർ ഫ്രീ ആയിട്ട് തെറ്റുകൂടാതെ ആ ടീച്ചർക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.